ഞാൻ മിമിക്രി ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടന്ന കാലഘട്ടത്ത് കേരള യൂണിവേഴ്സിറ്റി വിന്നറാണ് ഫസ്റ്റ്. ഇപ്പുറത്തേക്ക് ചേലക്കുള റഹ്മാൻ കേരള യൂണിവേഴ്സിറ്റി വിൻ ചെയ്ത് ഞാൻ അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പോകുന്നത്. നിങ്ങൾ യൂണിവേഴ്സിറ്റി വിൻ ചെയ്ത ആളല്ലേ റഹ്മാനിലെ ചേലക്കുള റഹ്മാനിലെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിൽക്കാലത്ത് പിന്നെ ഞങ്ങൾ ഒരുമിച്ചാവുന്ന പ്രോഗ്രാം എത്രയോ സ്ഥലത്ത് കലാഭവനിലൊക്കെ വരുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് സ്റ്റേജ് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നതിന് മുന്നേ. അതിനുശേഷം കലാഭവൻ എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു ഡ്രീമായിരുന്നു അന്നത്തെ കാലത്ത്. കലാഭവനിൽ വരിക എന്ന് പറയുന്നത് ഡ്രീം. പക്ഷെ അത് നമുക്ക് നടക്കാതെ പോകുന്നൊരു സ്വപ്നമായിരിക്കും വിചാരിച്ച് ഞാൻ അങ്ങനെ വിട്ടിരുന്നു. അങ്ങനെ ശങ്കര കോളേജിൽ കലാഭവന്റെ പ്രോഗ്രാം വരുന്നതിന് മുമ്പ് അവരുടെ പ്രോഗ്രാമൊക്കെ തന്നെ ഞാനും എൻ്റെ 2-3 പേരും കൂടി ഉണ്ടാക്കി ഫുൾ പ്രോഗ്രാം ഇവർ വരുന്നതിന് മുമ്പ് ചെയ്തു. അപ്പോൾ ആൾക്കാർ വന്ന് പിന്നെ കലാഭവൻ വന്നിട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു അയ്യോ ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് ചെയ്തു ഞാൻ. അപ്പോൾ ആ സമയത്ത് കലാഭവനിൽ പോയിട്ട് എല്ലാവരും ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അങ്ങനെയാണ് കേസ് കൊടുക്കണം ഇയാൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ആബേലച്ചൻ പറഞ്ഞു അയാൾ നിങ്ങളുടെ എല്ലാം പ്രോഗ്രാം ചേർന്ന് ചെയ്തെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ഇങ്ങോട്ട് വിളിച്ചോണ്ടു അതല്ലേ വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പെരുമ്പാവൂരുള്ള വീട്ടിലേക്ക് എന്നെ തേടി വന്ന ആളാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. ആദ്യമായിട്ട് എന്നെ കലാഭവനിലേക്ക് കൊണ്ടുപോകും. ഫാദർ ആബേലച്ചൻ കണക്കൂട്ടി ഈ മിമിക്സ് പരേഡിൽ ഒരു സുന്ദരം വേണോ? സുന്ദരം വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ അമ്പലപ്പറമ്പുകളിലൊക്കെ ചെന്ന പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല. നോക്കിയപ്പോ ജയറാം സത്യം ആ സുന്ദരനെ സ്റ്റേജിലേക്ക് വിളിച്ചു. പിന്നെ ഞാനും പരിപാടിക്ക് പ്രോഗ്രാം പിടിക്കുമ്പോൾ പലപ്പോഴും കൂടുതൽ പരിപാടി പിടിക്കണത് കൂടുതൽ കാശ് കിട്ടും. ജയറാമിനെ കൊണ്ട് പോയാൽ കാശ് കൂടുതൽ കിട്ടും. സെന്റ് സേവിയേഴ്സ് വിമൻസ് കോളേജ് അവിടെ പരിപാടി നടത്താന്ന് വെച്ചാൽ ഒരു പരിപാടിയല്ല. ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് എടാ പരിപാടിയൊക്കെ നടത്തുന്നത് സൂക്ഷിക്കണം ഇടിയുള്ളൂ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളാണ്. ജയറാമാകെ പേടിച്ചു. ജയറാം ആദ്യം പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല. പക്ഷെ പരിപാടി തകർത്ത് സെന്റ് സേവിയേഴ്സിൽ. എന്നിട്ട് രണ്ടാമത്തെ ഷോ അതേ കോളേജിൽ തന്നെ നടത്തി. കാരണം മറ്റൊന്നുമല്ല ഈ സൗന്ദര്യമാണ്. അതെ ഇന്നൊരു ഒരു പോളിസി ഫ്രീ ആയിട്ട് എഴുതേണ്ടി വരും ജയറാമേട്ടൻ. അത് ചോദിച്ചോണ്ടിരിപ്പുണ്ട്. നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ജയറാമിന്റെ കഴിഞ്ഞ് ഇനി കാളിയാസന്റെ ഒരെണ്ണം തരൂല്ലേ? എന്റെ അരിപ്രശ്നവും ജയറാമൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് മനസ്സറിഞ്ഞ്. ഞാൻ പലപ്പോഴും പല സ്റ്റേജുകളിലും പറയുന്നത് ജയറാമായിട്ട് മിമിക്രി കളിച്ച ആളാണ് ഞാനെന്ന് പറഞ്ഞ് പല സ്ഥലത്തും കാണിക്കാറുണ്ട്. എല്ലാവരും അത് കണ്ടുകൊണ്ടാണ് എനിക്ക് LIC തരുന്നത്. സത്യമാണ്. അതൊരു ആയുധമാണ്. ജയറാം പോളിസി തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ജയറാമിന്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ തന്നെ പോളിസി കിട്ടും. പിന്നെ ഒരു കാര്യം പ്രസാദനോട് ഞാനൊരു കാര്യം ചോദിച്ചു. എനിക്കൊന്ന് കലാഭവന്റെ പരേഡിൽ കളിക്കണമെന്ന്. അപ്പോൾ പരേഡിൽ ഒരു ദിവസം ആളുണ്ടായില്ല. പകരം എന്നെ വിളിച്ച് പരിപാടി എടുത്താൻ വേണ്ടി പോയി വാഴക്കുളം. ബാക്കി ഒറ്റ സ്റ്റേജ് കഴിഞ്ഞ അന്ന് തന്നെ റഹ്മാനെ വേണ്ടെന്ന് വെച്ച് നല്ല ഐശ്വര്യമായിരുന്നു. പരിപാടി കഴിഞ്ഞ് വരുന്ന വഴി വണ്ടി തടഞ്ഞിട്ട് ഒരാള് ഒരു തോക്ക് ചൂണ്ടിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് തോക്ക് ചൂണ്ടിട്ട് പറഞ്ഞു ആ കാശിങ് തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പരിപാടി നടത്തി കിട്ടിയ കാശ് മുഴുവൻ അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. അത് വലിയ കേസായി. ആ ഫസ്റ്റ് പരിപാടിയിൽ റഹ്മാൻ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു ഇനി റഹ്മാൻ വേണ്ട. അപ്പൊ പരേഡിൽ കയറുന്ന സ്വപ്നം അതോടെ തീർന്നു. പിന്നെ പഴയതുപോലെ മാട്ടാ റഹ്മാനായി. അതുകൂടാണ്ട് വലിയ ഗ്രൂപ്പൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ചിരിയരങ്ങെന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എൻ്റെ സുഹൃത്തും കൂടെയാണ്. ഞങ്ങൾ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒത്തിരി ആളുകളെ പലതരത്തിലുള്ള പിരിവുകളൊക്കെ നടത്തി സംഭാവന ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലരും ഉദ്ഘാടനം ചെയ്ത് ജയറാം രമേശ് പിഷാരടി ചെയ്ത് പ്രസാദൊക്കെ ചെയ്താണ്. മിക്കവരുള്ള വലിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. വലിയ പറമ്പിൽ പരീത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും അതിൻ്റെ ഒത്തിരി പങ്കാളിയാണ്. ഞങ്ങളിപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. റഹ്മാനൊക്കെ സ്കിറ്റിന്റെ ക്ലൈമാക്സ് കളിച്ചത് പറയൂ കുറച്ചേട്ടാ. അത് ജയറാം കൃത്യമായിട്ട് അവതരിപ്പിക്കും. റഹ്മാൻ വേലക്കാരനാണ്. വീണു കഴിഞ്ഞ ആരും ചിരിച്ചില്ല. അയാൾ ബോധം കെട്ട് വീണാന്ന് വിചാരിച്ചു ആദ്യം. സ്കിറ്റില് ഭാര്യയും ഭർത്താവും വേലക്കാരനുണ്ട് ഒരു വീട്ടില്. അപ്പോൾ ആ സ്കിറ്റിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവസാനം ജനിക്കുന്ന കുട്ടി ആണാണെങ്കിൽ അച്ഛൻ മരിക്കും, പെണ്ണാണെങ്കിൽ അമ്മ മരിക്കും എന്ന് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനം ആൺകുട്ടി ജനിക്കുമ്പം ആ വേലക്കാരൻ മരിച്ചു വീഴും. വേലക്കാരനായിരുന്നു അച്ഛൻ എന്നുള്ളതാണ് ഇതിന്റെ ക്ലൈമാക്സ്. അത് കഴിഞ്ഞിട്ട് ഈ വീഴ്ച കണ്ടിട്ട് ആൾക്കാർ അയാൾ എന്തോ പറ്റി വീണതാന്ന് ഓർത്ത് ചിരിക്കാതൊക്കെ അപസ്മാരം വന്നിട്ട് വീണാന്ന് വിചാരിച്ചു വേലക്കാരൻ. അങ്ങനെ ചിരി ഇല്ലാതായി കഴിഞ്ഞ് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അല്ലല്ല അപ്പൊ തന്നെ ആൾക്കാർ കുറെ പേര് കേറി ഒക്കെ എടുത്തു ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിട്ട്.
എടുക്കല്ലേ ഞാനാണ് വേലക്കാരൻ, ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ്. സ്റ്റേജില് എന്നിട്ടും അങ്ങനെ ചിരിക്കുന്നില്ല. അപ്പൊ എന്നിട്ട് ചിരിക്കുന്നില്ല. മൈക്കിൽ കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ കഥ മനസ്സിലായിട്ടില്ല അല്ലേ? അതായത് ഇവര് രണ്ടും കല്യാണം കഴിച്ച് ഈ കുട്ടി ഉണ്ടായിന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണ്. ഇത് പോണ വഴിക്കാ, ഇത് ആശുപത്രിക്ക് കൊണ്ടുപോകണ വഴിക്കാ. ആശുപത്രി അവിടെ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നേഴ്സിനോട് ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ജയറാം പ്രേം നസീറിനെ അനുകരിക്കും. നസീർ സാറിന്റെ ശബ്ദം ഏറ്റവും ഭംഗിയായിട്ട് അനുകരിക്കുന്ന ആളാണ്. ഫിഗറും ചെയ്യും. ആ ഫിഗർ ശരിക്കും പറഞ്ഞ ഫിഗർ ഷോ എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം ജയറാമില്ല. അതിനു മുമ്പ് നമ്മുടെ മിമിക്സ് പേരിൽ അവതരിപ്പിച്ചിരുന്ന ലാലായിരുന്നു, സിദ്ദിഖ് ലാലായിരുന്നു. അപ്പോൾ ലാൽ അനുകരിക്കുന്നത് എങ്ങനെയാണ്? അതിന് ലാലിന്റെ വോയിസ് വരും. അതിന് വർക്കേച്ചമ്പേട്ട് അനുകരിച്ചിരുന്നത് എങ്ങനെയാണ്? ജോസഫ് അനുകരിച്ചിരുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരും നസീർ സാറിനെ അനുകരിക്കുന്ന ശബ്ദം ജയറാം കാണിക്കും. ശരിയല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ജയറാം ഒറിജിനൽ ആയിട്ടുള്ള പ്രേം നസീർ സാറിന്റെ ശബ്ദം. പ്രേം നസീറിന് അക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണിച്ചത് ആലപ്പി അഷ്റഫായിരുന്നു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അത് നസീർ സാർ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി അന്ന് കാണിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അതായിരുന്നു, എന്നെ ഒരുപാട് പേര് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അധികം കാണിച്ചിട്ടുള്ളത് ആലപ്പി അഷ്റഫാണ്. പക്ഷേ അതിനേക്കാളുപരി എന്നിലുള്ള മറ്റ് വികൃതമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതെ ഞാൻ സംസാരിക്കുന്നത്, അങ്ങനെ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ജയറാമേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നസീർ സാറിൻ്റെ ശബ്ദമാണ്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അന്ന് അവതരിപ്പിച്ചിരുന്ന ഐറ്റം ഏതായിരുന്നു? ഞാൻ ശബ്ദങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അത് ഇപ്പോഴൊന്നും കാണിക്കാൻ പറയില്ല. ചെറിയ പറ്റുന്ന എന്തെങ്കിലും ഇംഗ്ലീഷ് ട്രെയിലർ, പിന്നെ അതുപോലെ ഒരു വെസ്റ്റേൺ മ്യൂസിക്, അത് ഞാൻ ഒറ്റയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ജയറാം വന്ന ശേഷം ഞാനും ജയറാം ഒരുമിച്ചാണ് വെസ്റ്റേൺ മ്യൂസിക് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ജയറാമായിട്ടുള്ള ഒരു പരിപാടി സൈനുദ്ദീൻ മരിച്ചുപോയി. ഞാൻ പിടിച്ച പരിപാടിയാണ് ജയറാമും ഞാനും സൈനുദ്ദീൻ. അപ്പം ഞാൻ ചെയ്യുന്ന മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മധുവാണ് എല്ലാ സ്റ്റേജിലും കളിക്കുന്നത്. ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, പ്രായം മാറിപ്പോയി. ജയറാമിനെ പറ്റുള്ളതൊക്കെ. അപ്പൊ അന്നത്തെ ഒരു അനുഭവം മാത്രം പറയുന്നുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ് ആക്ഷൻ നടൻ ശ്രീ മധു എന്ന് പറഞ്ഞ് ഞാൻ പുറകേട്ട് പോയി ആക്ഷൻ എടുത്ത് വരാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരാൾ എത്തിക്കഴിഞ്ഞു, സൈനുദ്ദീൻ. നോക്കി കഴിഞ്ഞപ്പോൾ ആകെ ഒരു കയ്യടി കിട്ടുന്ന ഐറ്റം മധു മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ സ്റ്റേജിൽ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, മറ്റൊരു മധു. അങ്ങനെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ 2 മധു കളിച്ചൊരു വേദിയുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ജീവിതത്തിൽ ഇന്ന് മനസ്സിന് സുഖം നൽകുന്ന കാര്യങ്ങൾ. അപ്പൊ ജയറാമിനെ ഈ വേദിയിൽ ഒന്ന് കാണാനും ഒരു സന്തോഷം. അവിടെ സംസാരിച്ചപ്പോ ആയിക്കോട്ടെ. രമേശും മധു കൃഷ്ണൻ വാ. എൻ്റെ ബാച്ച് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മളൊക്കെ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞൊരു കലാരൂപം ഉണ്ടാക്കിയതിൽ വലിയ പങ്കുള്ള ആളാണ് പ്രസാദേട്ടനും നിങ്ങളും എല്ലാവരും. അതിനെ ജനകീയമാക്കിയതിനകത്ത് പിന്നെ മിമിക്രി തൊഴിലായി സ്വീകരിച്ച ആളുകൾക്ക് അതൊരു നല്ല പ്രൊഫഷനാണെന്നും അതിലൂടെ നമുക്ക് പത്മശ്രീ വരെ നേടാമെന്നും സംസ്ഥാനം വിട്ട് അഭിനയിക്കാൻ പോകാമെന്നും മിമിക്രി കാണിക്കുന്ന ഓരോരുത്തരോടും നാട്ടുകാർ ഇനി സിനിമ കയറാമല്ലോ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാക്കിയ ഒരാളാണ് ജയറാമേട്ടൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരു കല വളർന്ന് വികസിച്ചിങ്ങനെ അതിന്റെ പോകുന്ന യാത്രയിൽ ആ ഒരു വലിയ ബസ്സിൽ കയറിയ ഒരുപാട് കലാകാരന്മാരുണ്ട്. എന്നാൽ അതിന്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കണ്ടക്ടറും കിളിയും ഒക്കെ ആയിട്ട് ആ ബസ്സിനെ അപകടം പറ്റാതെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നിരയിലെ മുൻനിര ആൾക്കാരാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നവർ. നിങ്ങളിവിടെ വന്നതിലും വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്കൊരു ചെറിയ മിമിക്രി ഇവിടെ കാണിക്കാതെ പോകുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ചപ്പം നമ്മുടെ റഹ്മാനിക്ക പറഞ്ഞു ഇപ്പൊ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വേറൊരാളൊരു ചങ്ങള മാധവനെ ഇറക്കാൻ തൽക്കാലം. ഗിനീഷ് വരൂ. ഞാനൊരു ഗൾഫ് ഷോ പോകാനായിട്ട് ഞാൻ ചോദിച്ചു, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 2 പേരുടെ പേര് പറയുമോ എന്ന് ചോദിച്ചു. അപ്പം പിഷാരടി ആദ്യം സജസ്റ്റ് ചെയ്ത ആളുടെ പേര് ഇതാണ്. ജയറാമേട്ടൻ നമസ്കാരം. ജയറാമേട്ടന്റെ ഏറ്റവും നല്ല സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളിലൊന്നാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പൊ ഇങ്ങനെ കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പുറപ്പെടുന്ന ഒരു ബസ് KSRTC, നമുക്ക് അവിടെ അനൗൺസ്മെന്റ് കേൾക്കാം. അപ്പോൾ ഇവിടെ കോഴിക്കോട് നിന്ന് ഒരു ബസ് പുറപ്പെടുകയാണ്. എടപ്പാൾ കുറ്റിപ്പുഴം വഴി എറണാകുളത്തേക്ക് പോകുന്ന KSRTC 649 സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പോകാനുള്ളവർ ശ്രദ്ധിക്കുക. ഈ സംഗതി നമ്മുടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നെങ്കിൽ വാസ്തവത്തില്
ഇവിടെ നിന്നും യാത്ര പോകാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. കോഴിക്കോട് നിന്ന് കുറ്റിപ്പുറം വഴി എടപ്പാള് തൃശ്ശൂർ വരെ പോകുന്ന TS 369 സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് വർക്ക് ചെയ്തിരിക്കുകയാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് AC ലോ ഫ്ലോറിൽ കയറിയിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, കണക്ക് പുറത്ത്. അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഇതേ സംഗതി നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ന്യൂസ് അവറിലൊക്കെ വരുത്താൻ വലിയ സംഗതി. 1990 വലിയ കാലഘട്ടം നമുക്ക് KSRTC വലിയ ലാഭത്തിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആരും ശ്രമിച്ചില്ല. വലിയ കുലുമലായിപ്പോയി. നമ്മുടെ ഈ 2003 വലിയ സംഗതി ഉണ്ടായി. നമ്മുടെ ഗണേഷ് കുമാർ ഒരുപാട് വലിയ വികസനം കൊണ്ടുവന്നു. പത്രാപുരത്തേക്കൊക്കെ വലിയ KSRTC കൊണ്ടുവന്നു. യാതൊരു കാര്യം ഉണ്ടായില്ല. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ KSRTC വലിയ നഷ്ടത്തിലാണ്. നമുക്ക് ലാഭത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നന്ദി, നമസ്കാരം, താങ്ക് യു. ഇനി അടുത്തത് ഒറ്റയൊന്നും കൂടെ PK കുഞ്ഞാലിക്കുട്ടി സാബ്. അങ്ങനെയുള്ള ഒരു ഇഷ്യൂ അല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ നമ്മള്. നമ്മുടെ കോഴിക്കോട് നിന്നും പുറപ്പെട്ട് നമ്മുടെ കുറ്റിപ്പുറം വഴി പൊന്നാനി വഴി മലപ്പുറത്തേക്ക് പോകുന്ന പച്ച എക്സ്പ്രസ് നമ്മുടെ കിഴക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാരും ചെന്നതിൽ കയറിക്കോളി. നമസ്കാരം. ഞാനും ജയറാമേട്ടനും ഒരുപാട് അവാർഡ് നൈറ്റുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങിത്തിട്ട് ഞാൻ അവസാനം ഞങ്ങളൊരു കോമ്പിനേഷൻ അവിടെ വരും. ഞങ്ങൾ എന്തെങ്കിലും അപ്പം ഡിസ്കസ് ചെയ്തും. കാരണം ജയറാമേട്ടൻ അങ്ങനെ ഒരു കോൺഫിഡൻസ് വലിയ തോതിലുള്ള ഒരാളാണ് ചെയ്ത്. കാരണം ഈ ചില ആൾക്കാർ ടച്ച് വിട്ടു പോയി എന്ന് പറയുമല്ലോ. ടച്ച് ഒരിക്കലും വിടില്ല. ടച്ച് വിടുന്ന പരിപാടിയിൽ നല്ല ടച്ചിൽ നിൽക്കുന്ന ആളാണ് പരിപാടിയായിട്ട്. നമ്മുടെ ഇറങ്ങിയ ജയിലർ എന്ന് പറയുന്ന രജനീകാന്തിന്റെ സിനിമയില് തമന്ന അഭിനയിച്ച് വളരെ പോപ്പുലർ ആയൊരു പാട്ട്, അത് ജനാർദ്ദനൻ ചേട്ടനും ലാലു അലച്ചേട്ടനും ചേർന്ന് പാടുകയാണ്. അപ്പൊ ഇത് ലാലു അലച്ചേട്ടന്റെ ശബ്ദം പതിപോലെ ജയറാമേട്ടൻ, ജനാർദ്ദനൻ ചേട്ടന്റെ ശബ്ദം ഞാൻ എന്നെ ഇരിക്കാം. కొంచెం డాన్స్ కావాలా, కొంచెం పాటు కావాలా? ఆను కావాలయ్యా, కావాలయ్యా, కావాలయ్యా.